ഹലോ, ഇന്ത്യൻ ചിത്രകലയുടെ ആ വർണ്ണലോകത്തിലൂടെ നമുക്കൊരുമിച്ചൊരു യാത്ര പോയാലോ? പ്രത്യേകിച്ച് നിങ്ങൾ PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായി ഓർത്തുവെക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കലയുടെ ബേസിക്സ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. പിന്നെ അവിടുന്ന് നേരെ പുരാതന ഗുഹാചിത്രങ്ങളിലേക്കും നാടൻ കലകളിലേക്കും പോകും. ശേഷം ആധുനിക ചിത്രകലയും നമ്മുടെ കേരളത്തിലെ തനത് കലാരൂപങ്ങളും പരിചയപ്പെടും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏതൊരു കാര്യവും പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ? അതുകൊണ്ട് നമുക്ക് കലയുടെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ ചിത്രകല ഇതിലെവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ 3 വിഭാഗങ്ങളിൽ നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദൃശ്യകലകളിലാണ്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കലകൾ. അതിൽ തന്നെ ചിത്രകല എന്ന ആ വലിയ ലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇനി നമുക്കൊരു ടൈം ട്രാവൽ നടത്തിയാലോ? ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് ഇന്ത്യൻ ചിത്രകലയുടെ ആദ്യത്തെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പുരാതന ഗുഹകളിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകൾ PSC പരീക്ഷകളുടെ ഒരു ഇഷ്ടവിഷയമാണ് കേട്ടോ ഇത്. ഈ വർഷം 1983. ഇതങ്ങോട്ട് ഓർമ്മയിൽ കുറിച്ചുവെച്ചോളൂ. കാരണം ഇതേ വർഷമാണ് അജന്ത ഗുഹകളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഈ ഗുഹകളിലൊക്കെ എന്താണ് വരച്ചുവെച്ചിരിക്കുന്നത്? പ്രധാനമായും ബുദ്ധന്റെ മുൻ ജന്മങ്ങളെക്കുറിച്ചുള്ള കഥകളാണ്, അതായത് ജാതക കഥകൾ. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതുമായ ഒരു ചിത്രമുണ്ട്, ബോധിസത്വ പദ്മപാണിയുടേത്. ശരി, ഗുഹകളിലെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി അവിടെ നിന്നും നമുക്ക് നേരെ ഗ്രാമങ്ങളിലേക്ക് വരാം. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ നാടൻ കലാരൂപങ്ങളുണ്ടല്ലേ? അതെന്തുമാത്രം വൈവിധ്യമുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ടേബിളുണ്ടല്ലോ, ഇത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓർത്തിരിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നോക്കൂ, ബീഹാറിലെ മധുബനി, അത് കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ വാർലി ചിത്രകല, അതിൽ അരിപ്പൊടി കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ കലയും അത് വന്ന സ്ഥലവുമായി എങ്ങനെ കണക്റ്റഡായിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. പട്ടചിത്ര, ഇതും മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റൈലാണ്. കൂടുതലും ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമാണ് ഇത് കാണാൻ കഴിയുന്നത്. ഒരു സ്ഥലത്തെ കൾച്ചർ അവിടുത്തെ കലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ തങ്ക പെയിന്റിംഗ്സ്. കാരണം ഹിമാലയൻ ഭാഗങ്ങളിലെ ടിബറ്റൻ ബുദ്ധമത വിശ്വാസങ്ങളുമായി ഇതിന് ഡയറക്റ്റ് കണക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് നിന്നും നാടൻ കലകളിലേക്കും വന്നു. ഇനി നമുക്ക് മോഡേൺ കാലഘട്ടത്തിലേക്ക് വരാം. പുതിയ ചിന്തകളും സ്റ്റൈലുകളുമൊക്കെ ഇന്ത്യൻ ചിത്രകലയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നോക്കിയാലോ? ഈ പേര് ഇത് നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കണം. രാജാ രവിവർമ്മ, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേരളത്തിലെ മോഡേൺ ആർട്ടിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വഴിയുണ്ട്. അത് തുടങ്ങുന്നത് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ദേവിപ്രസാദ് റോയ് ചൗധരി, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന KCS പണിക്കറിലേക്ക് അതെത്തുന്നു. കണ്ടില്ലേ ആ ഒരു കണക്ഷൻ? ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ഇവിടത്തെ കലാരൂപങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തുടങ്ങുന്നത് ഇവിടുത്തെ ഏറ്റവും പഴയ ഗുഹാചിത്രങ്ങളിൽ നിന്ന് തന്നെയാവാം. പരീക്ഷയുടെ കാര്യമെടുത്താൽ എടക്കൽ ഗുഹയെക്കുറിച്ച് ഈ 3 കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 1, ഇത് നവീന ശിലായുഗത്തിലേതാണ്. 2, ഇത് വയനാട്ടിലാണ്. 3, ഇത് കണ്ടെത്തിയത് ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസറാണ്. ഈ 3 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. ഇതൊരു ക്വിക്ക് റിവിഷനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം. ഇത് നോക്കൂ, തഞ്ചാവൂർ പെയിന്റിങ്ങും രാജസ്ഥാൻ പെയിന്റിങ്ങും ഒറ്റ നോട്ടത്തിൽ ഒന്നാണെന്ന് തോന്നാമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. തഞ്ചാവൂർ കലയിൽ കൂടുതലും ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഒക്കെ കഥകളാണ് പറയുന്നത്. പക്ഷെ രാജസ്ഥാനി ശൈലിയിലാണെങ്കിൽ അത് രാധാകൃഷ്ണ പ്രണയത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഓർത്തുവയ്ക്കുക. ഇനി കുറച്ച് വൺ വേർഡ് ഫാക്ട്സ് പെട്ടെന്ന് പറഞ്ഞു പോവാം. മുഗൾ ചിത്രകലാ സ്കൂൾ തുടങ്ങിയതാരാണ്? അക്ബർ. ചിത്രകാരനായ ചക്രവർത്തിയോ? ജഹാംഗീർ. കവിതകളെ ബേസ് ചെയ്ത് വരയ്ക്കുന്ന സ്റ്റൈലാണ് കാംഗ്ര. ഇന്ത്യൻ കലയെ പുനരുജ്ജീവിപ്പിക്കാൻ വന്ന സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. പിന്നെ കോട്ടൺ തുണിയിൽ ചെയ്യുന്ന ആർട്ട് ഫോമാണ് കലംകാരി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഈ പരീക്ഷയുടെ കാര്യങ്ങൾക്കപ്പുറം നമ്മളിന്ന് കണ്ട ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കലാരൂപങ്ങൾ ഇന്നത്തെ നമ്മുടെ കൾച്ചറിനെയും ജീവിതത്തെയും എങ്ങനെയൊക്കെയാവും ഷേപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു പഴയ പെയിന്റിംഗ് കാണുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പിന്നിൽ